ഫുഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ളൊരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവാണിത്. ആ ചക്കക്കുരു എടുത്ത് ചിരണ്ടി കഴുകി ഇതുപോലെ കഷ്ണമാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കും. ഇത് വേവിച്ചിട്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അതിനാവശ്യത്തിനുള്ള ചുവന്നുള്ളി, തേങ്ങ. ഇത് വറക്കുവാണ്. ഈ തേങ്ങ വറുത്തെടുക്കും. തേങ്ങാക്കൊത്തും അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ കരിയാപ്പില. പിന്നെ ഇത് വെക്കുമ്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഇത് വേവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മല്ലിപ്പൊടി ഇടും, മുളക് പൊടി ഇടും. ഇത് ഞാൻ കാണിക്കാമേ. ഞാനിപ്പോൾ ഇത് അടുപ്പേ വെക്കട്ടെ. ഇങ്ങോട്ട് കാണാം. ചക്കക്കുരു മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് വേവട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ഇതിന് വേണ്ടുന്ന തേങ്ങ ഇങ്ങ് വറുത്തെടുക്കട്ടെ. തേങ്ങ മൂത്ത ഇതിനകത്തിലോട്ട് വേണ്ട അതിനാവശ്യത്തിനുള്ള മസാല എല്ലാം കൂടി ഇടുവാണേ. അതുകൂടെ ഒന്ന് ചൂടാക്കി എന്നിട്ട് ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനാണേ. ചക്കക്കുരു വാങ്ങി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാമേ. ഈ തേങ്ങ വറുത്തെടുത്ത പാത്രത്തിലോട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇടുവാണ്. എണ്ണ ചൂടാകുമ്പോൾ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ചുമന്ന് വരുമ്പോൾ അതിനകത്തിലോട്ട് നമ്മുടെ ചുവന്നുള്ളി ഇത് നുറുക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി ഇതിനകത്ത് വെച്ചിട്ട് അതുകൂടെ വഴറ്റണം. സവാള ചേർക്കരുത്. കൊച്ചു ചുവന്നുള്ളി സവാള ചേർക്കരുത് ഈ മസാല കേട്ടോ. ഒരു മസാലക്കറിക്ക് സവാള ചേർക്കരുത്. സവാള ചേർക്കാൻ കൊള്ളരുത്. നമ്മൾ പണ്ടുണ്ടാക്കുമ്പോൾ കൂഞ്ഞും ചക്കക്കുരുവും എല്ലാം കൂടെ മസാലക്കറി ഉണ്ടാക്കും. ഞാനത് കാണിച്ചിട്ടുണ്ട്. കൂഞ്ഞും ചക്കക്കുരും കൂടെ മസാലക്കറി. ചക്കയുടെ കൂഞ്ഞും ചക്കക്കുരും. ഇത് ഞാൻ ചക്കക്കുരു തന്നെയാണ് മസാലക്കറി ഉണ്ടാക്കുന്നത്. ഈ ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് വഴരട്ടെ. വഴന്ന് കഴിയുമ്പോൾ മറ്റുള്ള നമുക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. കാര്യം ചക്കക്കുരുവിന് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നത്. ഉപ്പ് ചേർത്തില്ലേ. ഇനിയിപ്പോൾ അതിനോടുള്ള ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഞാൻ. കൂടെ ഞാൻ കീറി വെച്ചിട്ടുണ്ട്. അതോടെ ഇതിനകത്ത് ഇടുകയാണേ. എന്നാലും ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇതിനിടുവാണേ. ഇതിനൊരു നിറം വരാൻ വേണ്ടി. എരിയില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. 1.5 സ്പൂൺ ഇടുവാണേ. 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർക്കുവാണേ. എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. മല്ലിപ്പൊടിയും മുളക് പൊടി ഒന്ന് ചൂടാവണം. അല്ലെ ഇത് ചുവ വരും, പച്ചച്ചുവ വരും. കരിയാപ്പിലൂടെ അതിലോട്ട് ഇടുവാണേ. ചക്കക്കുരു അങ്ങോട്ടിടുക. ഇതിനകത്ത് ആ ചക്കക്കുരുവിൻ്റെ വെന്ത വെള്ളമുണ്ട്. അതുകൂടി ഇതിനകത്ത് കുടിക്കുവാണേ. കുറച്ച് വെള്ളമുണ്ട് ഇതിനകത്ത്. ഇതിനകത്തിട്ട് ഇട്ട് വന്നേ. ഇനി ഇതിനകത്ത് അരച്ച വെള്ളം കൂടെ ചേർക്കുമ്പോൾ നല്ല കുറുകിയിരിക്കും കറി. ഇതൊന്നും ഒന്ന് വേവും എല്ലാം കൂടെ. അതിൽ ഒഴിക്കുവാണ്. അരച്ച തേങ്ങായും പിന്നെ മസാലയും കൂടാണ് ഞാൻ ചൂടാക്കി അരയ്ക്കുന്നത്. വറുത്തതാണ്. അതുകൂടി ഇതിനകത്ത് ഒഴിക്കുവാണ്. ഇനി ഇതിനകത്ത് ഈ മിക്സി കഴുകി വെള്ളം ഇച്ചിരി ഒഴിക്കുകയാണ്. ഇത്രയും വെള്ളം ഒഴിക്കുകയാണേ. എന്താ വെച്ചാൽ ഒന്നുകൂടെ എല്ലാം ഒന്ന് വേവണം. എന്ത് കുറുകി എടുക്കണം നമുക്ക് ഈ കറി. ഈ പച്ചമുളകും ചുവന്നുള്ളി എല്ലാം കൂടെ ഒന്ന് വേവണം. ഇനി ഇതൊന്ന് കുറുകി എണ്ണ ഇങ്ങനെ മുകളിൽ വരണം, പൊങ്ങി വരണം. അതുവരെ ഇതിന് തിളച്ച് കുറുകട്ടെ. കുറുകിയിട്ട് നമുക്ക്
കാണിക്കാമേ. മസാല റെഡിയായി. കണ്ടോ, എണ്ണ എല്ലാം തെളിഞ്ഞെടുക്കുന്നുണ്ടോ മേലിൽ. ഇത്രയും കൊഴുപ്പൂതി കണ്ടോ. ഇനി ഇതങ്ങോട്ട് വാങ്ങി വെക്കാം. ഇനി നമ്മൾ ഇനി ഒരു പരിപാടിയുണ്ട്. കടുക് വറക്കാം. കടുക് വറുത്ത് ഇനി താളിച്ചതിൻ്റെ മണ്ടയിൽ ഒഴിക്കും. ഒരു മസാലയൊക്കെ റെഡിയായേ. ഇതിന് ഞാൻ താളിച്ച് കടുകിട്ട് കറിവേപ്പില ചുവന്നുള്ളി അരിഞ്ഞിട്ട് വറ്റൽമുളകും ഇട്ട് കടുക് വറുത്തതാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് പറയണേ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല സൂപ്പറാണ് ഇത് കറി. നല്ലപോലെ വേവുന്ന ചക്കക്കുരുവും വേണം. നല്ലപോലെ വേവുന്ന ചക്കക്കുരു ഇത്. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇത് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ. എന്നിട്ട് എന്തോന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം.